നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അച്ഛൻ ക്ഷമ ചോദിച്ചതായി എന്റെ മോളോടൊന്ന് പറയണം. മാഷേ, പറയാം. അതേടി, അത് തന്നെയാ സത്യം. നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്നെ പ്രേമിച്ച് കെട്ടാൻ വേണ്ടി നടക്കുവാണെന്നോ? ക്യാമ്പസ് കാലം കഴിയുന്നവരെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. നിന്നെ ശരിക്കും അതിലൊന്ന് പെടുത്താൻ വേണ്ടി നടത്തിയ ഡ്രാമയായിരുന്നു കോവളം ട്രിപ്പ്. പക്ഷേ ആ തെണ്ടി ഗോകുല് കയറി വന്ന് അത് മുടക്കി. സാരമില്ല, അവനുള്ളത് കിട്ടിയല്ലോ. നിന്റെ കണക്കുകൂട്ടലും തെറ്റിയില്ല. ഇത് നിനക്കുള്ള പാക്കറ്റ്. നീ അധികം ഉടക്കാൻ വന്നാ നാളെ വൈറലാവും. അത് വേണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നടന്നോ. അച്ഛന്
രഘുട്ടാ, ഇതാ ഫോൺ. ഇതേ പെട്ടെന്ന് മാറ്റി വെച്ചോ. ആ ഞാൻ നിങ്ങളെ വിനയേട്ടനെ എങ്ങനെയും കണ്ടെത്തി തരണമെന്ന് പറയാൻ വിളിച്ചതാന്നേ അമ്മയ്ക്കും ലംബോദരണങ്ങളും തോന്നാവൂ. ആ ഓക്കെ. അല്ല, അയാൾ പോയിട്ട് തിരിച്ചു വന്നോ? അങ്കിളെ, വിനയേട്ടനെ അന്വേഷിച്ച് പോവാത്ത സ്ഥലങ്ങളില്ല. പാവം, ആഹാരം പോലും ദേ ഇവിടെ ഇപ്പൊ വന്നിട്ട് കഴിച്ചതാ. അല്ലേ അങ്കിള്? എന്ത് ചെയ്യാനാ, തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയില്ലേ. അന്വേഷിക്കാവുന്നിടത്ത് എല്ലാം അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷനിലും പോയി തിരക്കി. ഇപ്പൊ കുറച്ച് പ്രതീക്ഷയുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങളിനി വിനയനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അയ്യോ അങ്കിളെ, അങ്ങനൊന്നും പറയല്ലേ. അങ്കിളും രഘുവേട്ടനും എങ്ങനെയെങ്കിലും വിനയേട്ടനെ അന്വേഷിച്ച് കണ്ടെത്തി തരണം. അത് പറയാനാ എനിക്ക് നിങ്ങളെ കാണണമെന്ന് ഞാൻ പറഞ്ഞത്. അതെ സാറേ, ലംബോദരൻ ചേട്ടൻ ഇവിടെ ആരും അത്ര പരിചയമില്ല. സാറ് വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളല്ലേ. രഘുവിന് ഇവിടെ നല്ല ബന്ധങ്ങളുണ്ടല്ലോ. നിങ്ങൾ കൂടി ഒന്ന് മനസ്സ് വെച്ചാലേ എന്റെ മോനെ വേഗം എനിക്ക് തിരിച്ചു കിട്ടും. എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ആന്റി ഇത്? ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഇല്ലേ? വിനയന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ആന്റിയും അങ്കിൾ സമാധാനമായിട്ടിരുന്നാ മതി. ചിരു, നീ വിഷമിക്കണ്ട കേട്ടോ. നാളെ നേരം വെളുക്കും മുമ്പ് വിനയനെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അതെ, അതിനു മുമ്പ് വിനയൻ തിരിച്ചു വരണേലേ ഞങ്ങളെ വിളിച്ചൊന്ന് അറിയിച്ചേക്കണേ. ഓ, അറിയിച്ചോളാം. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. വരും. ശരി. നിന്റെ അങ്കിളാള് കൊള്ളാം. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങളൊക്കെ ക്ലീൻ ആയിട്ട് ചെയ്തു. അതൊന്ന് പെട്ടെന്ന് ഓപ്പൺ ചെയ്യുക. ഫോണിനകത്ത് വീഡിയോ കണ്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. എടാ, അതിനു മുമ്പ് എന്നെ നിങ്ങളൊന്ന് തുറന്നു വിട്. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ ഞാൻ തന്നല്ലോ. എന്റെ വിനയ ധൃതി വെക്കാതടാ, ഇതൊന്ന് തുറക്കട്ടെ. നിന്റെ അങ്കിള് നാടൻ ബോംബ് കെട്ടുന്ന പോലെ കെട്ടിക്കൊണ്ടു വന്നത്. നീ ഇതാ, ഞാൻ അയച്ചു കാണിച്ചു. ഇങ്ങനെ വേണം ഇത് പുറത്തെടുക്കാൻ. നിന്റെ ഫോൺ. ഹേയ്, ഇതല്ല ഫോൺ. നീ എന്തോ പറയുന്നേ? ഇതല്ല. ഇതാ ഫോണല്ല. ഈ റാസ്കൽ നമ്മളെ വീണ്ടും ചീറ്റ് ചെയ്തു. ഡാ, നിന്നെ ഞാൻ കൊല്ലും. എടാ ജീവ, നീ എന്തേ കാണിക്കുന്നേ? ആ ഫോൺ നീ ശരിക്കും നോക്കിയോ? നോക്കാനൊന്നുമില്ല, ഇത് വേറെ പൊട്ട ഫോണാ. ജീവ, വിവരക്കേട് കാണിക്കല്ലേ. നിനക്ക് വേണ്ടത് നിന്റെ ഫോണല്ലല്ലോ, വീഡിയോ അല്ലേ. അയാൾ അത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലോ? ഒറിജിനൽ ഫോൺ മാറ്റി വെച്ചിട്ട് നീ കോപ്പി എടുത്തോണ്ട് വരാനാണോടാ നിന്റെ അമ്മാവനോട് പറഞ്ഞത്? അല്ല, ഞാനത് ടെഡി ബിയറിനകത്താ ഒളിപ്പിച്ചു വെച്ചത്.
അപ്പൊ അതിന്റെ മാമനാണോ ചോദിച്ചത്? ആയിരിക്കും. അയാളുടെ മുന്നിൽ വെച്ച് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കാതിരിക്കാനായിരിക്കും ഇത്ര ഭദ്രമായിട്ട് പാക്ക് ചെയ്തോണ്ട് വന്നത്. ഇല്ല, അങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതില് വേറെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. എന്ത് ചതി? ടെഡി ബിയറിലുള്ള ഒറിജിനൽ ഫോണ് മറ്റാരോ മാറ്റി കാണണം. മറ്റാർക്കടാ ഇതിനകത്ത് ഫോണിൽ ആരും അറിയുന്നേ? നിന്റെ ഭാര്യയ്ക്കോ? അവളെ സംശയിക്കാം. അവള് ആ ഫോണ് എന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാൻ അവളും കുറെ ശ്രമിച്ചതാ. ചിലങ്കയാണ് ആ ഫോണ് മാറ്റിയെങ്കിൽ ഇനി ഏത് നിമിഷവും പോലീസ് എന്നെ നിങ്ങൾ തേടിയെത്തും.